അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ മൂന്നാമത്തെ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ബോണസ് പോയിന്റ് കിട്ടുന്ന ടാസ്കിന്റെ ഇടയിൽ അച്ഛനും അമ്മക്കും മുന്നിൽ വെച്ചുകൊണ്ട് ജിൻഡോയും സിജോയും പൊരിഞ്ഞടിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഒരു പുതുപുത്തൻ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ടാസ്ക് എന്ന് പറയുന്നത് തലയണ മന്ത്രം എന്നാണ് ടാസ്കിന്റെ പേര്. ആക്ടിവിറ്റി ഏരിയയിൽ കുറെ പഞ്ഞിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് 3 ടീമുകളും പഞ്ഞിയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ തലയണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റി വേണം, അതുപോലെ തന്നെ നല്ല സ്റ്റിച്ചിങ് ആയിരിക്കണം, നല്ല രീതിയിൽ തുന്നി വൃത്തിയായ തലോണ ഉണ്ടാക്കണം. നല്ല ക്വാളിറ്റി ഉള്ള തലോണ ഏതാണെന്നും ഏത് ടീമാണ് വിജയിച്ചതെന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് ജിൻഡോയാണ് ബിഗ് ബോസ് ജഡ്ജായിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ ടീമുകളും പഞ്ഞികൾ കളക്ട് ചെയ്യുന്നുണ്ട്. റസ്മിനും ജാസ്മിനും സിജോയും അപ്സരയും അർജുനും എല്ലാവരും പോയി പഞ്ഞിയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് തലോണകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ടണൽ ടീമിന് വേണ്ടി സിജോയും അപ്സരയുമാണ് തലോണ ഉണ്ടാക്കുന്നത്. ഒരുപാട് തലോണ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ള ടീമുകളെ സംബന്ധിച്ചുകൊണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ തലോണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല. അപ്പൊ ജിൻഡോ ജഡ്ജ് ചെയ്യാൻ പോയ സമയത്ത് ഈ തലോണ തല വെച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല തറയിൽ മുട്ടും. അപ്പൊ ഇതെങ്ങനെ ക്വാളിറ്റി ഉള്ള തലോണയാകും? ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം തലോണയ്ക്ക് വന്നെങ്കിൽ അത് വെച്ച് കിടക്കുമ്പോൾ സുഖം ഉണ്ടാവണം. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത രീതിയിലാണ് ഒരുപാട് തലോണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു തലോണ ഫെയിലാണ്, ഇതിനെ നമുക്ക് റിജക്ട് ചെയ്യേണ്ടി വരും ബിഗ് ബോസ് എന്നാണ് പറയുന്നത്. അപ്പോ സിജോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോയിന്റ് ആണോ പേടി? നിങ്ങളുടെ ടീമിനേക്കാളും പോയിന്റ് ഞങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണോ ഈ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര വാക്കുതർക്കാണ്. ഈ ഒരു സമയത്തൊക്കെ ജിൻഡോന്റെ അച്ഛനും അമ്മയൊക്കെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്സരയൊക്കെ നല്ല ഷൗട്ട് ചെയ്താണ് കയറുന്നത്. എന്തായാലും ജിൻഡോ വിട്ടുകൊടുക്കുന്നില്ല, കാരണം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആണ്. പോയിന്റുകൾക്ക് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ജിൻഡോ കൃത്യമായിട്ടാണ് ആ ഒരു തലോണയുടെ കാര്യത്തിൽ ജഡ്ജ് ചെയ്യുന്നത്. ആ തലോണ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട്, മടക്കി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പഞ്ഞിയേ ഇല്ല. ഒരുപാട് തലോണ ഇങ്ങാട് ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. മറ്റുള്ള ടീമുകളെ സംബന്ധിച്ചുകൊണ്ട് ഒട്ടും പഞ്ഞിയില്ലാതെയാണ് ആ ഒരു തലോണയൊക്കെ ഉണ്ടാക്കി സിജോയും അപ്സരയും വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ക്വാളിറ്റി ഇല്ലാത്ത തലോണയാണ്, ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജിൻഡോ ഇതിവിടെ നടക്കില്ല, ഈ തലോണ റിജക്ട് ചെയ്യാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ സിജോയും അപ്സരയും വന്ന് നല്ല ഷൗട്ട് ചെയ്യാണ്, വന്ന് അച്ഛന്റെ അമ്മയുടെയും മുന്നിൽ വെച്ചുകൊണ്ട്. ഇപ്പോ ജിൻഡോയുടെ അച്ഛനും അമ്മയും പ്രായമായവരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് കസേര ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസിൽ അതൊക്കെ സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാസ്കോ ഒന്നും വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കില്ല. അതൊക്കെ ഫെയർ ആയിട്ട് തന്നെ ചെയ്യണം. എന്തായാലും ഈ കാര്യത്തിൽ ജിൻഡോന്റെ ഭാഗത്ത് തന്നെയാണ് ശരി എന്ന് പറയുന്നത്. കാരണം തലോണ ജിൻഡോ പിടിച്ച് കാണിക്കുന്നുണ്ട്, പൊക്കി കാണിക്കുന്നതൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഉള്ളിൽ പഞ്ഞിയും കാര്യങ്ങളൊന്നും ഇല്ല. കുറെ തലോണ സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെ ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അവസാന തീരുമാനം ജിൻഡോനോട് പറയാൻ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറഞ്ഞു, ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റില്ല, ഈ തലോണകളെല്ലാം റിജക്ട് ചെയ്ത് വിടുകയാണ്. അപ്പൊ ടാസ്കിന്റെ ഭാഗമായിട്ട് ഇന്നും അടികൾ തന്നെയാണ് കാണുന്നത്. ഇന്നലത്തെ ടാസ്കും അതുപോലെ തന്നെ മിനിയന്നാൾ നടന്ന ടാസ്കും എല്ലാ ടാസ്കിലും പതിവ് പോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ടാസ്കിലും പതിവുകളൊന്നും തെറ്റിക്കാതെ നല്ല ഫൈറ്റുകൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്